അധിക ഭാഷയില്ല അതിലേക്കെല്ലാം വരുന്ന മത്സരം ഇവിടെ പതിനായിരം മാറുന്നതായും തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെ ശക്തരായ ടീമുകളുടെ പോരാട്ടത്തിലേക്ക് മത്സരം ധോനി ചെമ്പഴദ്വീപ് സിയൂസ് വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് കാണികളൊക്കെ കാശുകൾ കയ്യെടുത്ത് ശക്തമായ ടീമുകൾ തയ്യാറായി നിൽക്കുക. കാട്ടപ്പുറം കല്ലറ വേഴ്സസ് എസ്എൽ ബ്രിട്ടീഷ് മഞ്ഞയില് പ്രകടനം കൊള്ളുകയാണ്. ഓറഞ്ച് പച്ച കറുപ്പ് കലർന്ന ഡ്രസ്സുകൾ നിൽക്കുന്ന YSP ഞാണ്ടോണം. ഏറ്റവും കൂടുതൽ കായികക്ഷമത വേണ്ട ഒരു മത്സരമാണ് വടംവലി. കാരണം ഒരു സമയത്ത് ഭാരം വലിച്ചുകൊണ്ട് പോകുന്ന ലോകത്തെ ഏക കായിക ഇനം വടംവലി മാത്രമാണ്. ആദ്യകാല ഒളിമ്പിക്സിൽ തന്നെ ഉണ്ടായിരുന്നു. ടഗുകൾ എന്ന ചൈനീസ് വർഗത്തിൽ നിന്നാണ് ഈ കളിയുടെ ഒരു ആരംഭമെന്ന് ചരിത്രം പറയുന്നു. അതാണ് ഇതിൻ്റെ ആംഗ്ലേയൻ നെയിം ടഗ് ഓഫ് വാർ ഒന്നത്. രണ്ട്, കപ്പലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സങ്കല്പം. ധാരാളം ദിവസങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നാവികർക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുവാൻ കപ്പലുകളൊക്കെ പിടിച്ച് കെട്ടുന്നത് കൂറ്റൻ വടത്തിലാണ്. വടം ഡക്കിലെടുത്തിട്ട് പരസ്പരം മത്സരത്തിൽ ഏർപ്പെട്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതും ചരിത്രം പറയുന്നുണ്ട്. മൂന്നാമത് നമ്മുടെ പാലാഴി മദനവുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പമാണ്. ജരാനര ബാധിക്കാതെ കഴിയുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അസുരന്മാരും ദേവന്മാരും തമ്മിൽ പാലാഴി കടഞ്ഞ കഥ. വാസി എന്ന കൂറ്റ സർപ്പത്തിനെ കയറായി ഉപയോഗിച്ചുകൊണ്ട് മന്ത്രപർവ്വതത്തിനെ കടകോലായി ഉപയോഗിച്ചുകൊണ്ട് പാലാഴി കടഞ്ഞ ആ കഥയിൽ നിന്ന് തന്നെ വടംവലിയുടെ ആദ്യത്തെ സങ്കല്പം. എൻ്റെ പേര് രതീഷ് ജോലി വെൽഡിങ്ങാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക വിനോദം വടംവലിയാണ്. എൻ്റെ പേര് അനീഷ്, മേസ്തിരി പണിയാണ്. എൻ്റെ ഇഷ്ട വിനോദം എന്ന് പറയാൻ വടംവലിയാണ്. ലോക്കൽ ഗെയിംസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ലഭിക്കുന്നത് വടംവലി കൂടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ പവർ ലിഫ്റ്റ് ചെയ്യുന്നത് കാണ്ടി ഒരു ഫിറ്റ്നസ് ലഭിക്കുന്നത് വടംവലി കൂടെയാണ്. എൻ്റെ പേര് വിനുമാർ, ഞാൻ മേസണറി വർക്ക് എടുത്ത് ചെയ്യുന്നതാണ്. എൻ്റെ ഇഷ്ട വിനോദം എന്ന് പറയുന്നത് വടംവലിയാണ്. ഈ വടംവലി തന്നെ കേരളത്തിൽ മൂന്ന് ശൈലിയാണ് മത്സരങ്ങൾ. ഒന്ന് ഈ കൈവലി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വലിച്ച് എല്ലാവരും ഒരേ താളത്തിൽ തിര വരും പോലെ അത് വലിക്കുന്നതാണ് തരംഗശൈലി, അതായത് കമ്പവലി. പിന്നെ വരുന്നത് തോളിശൈലി, അത് മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് തോളിൽ ശൈലിയാണ് എല്ലാ ടീമുകളും എടുക്കുന്നത്. പിന്നെ കണ്ണൂർ ശൈലി എന്ന് പറയുന്ന ശൈലിയുണ്ട്. ഒരു 3 പേര് ഒരു സൈഡ്, 2 പേര് മറ്റു സൈഡ്. നമ്മളെ ഈ തെക്കൻ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ 4 ജില്ലകളിൽ കാണുന്നത് തരംഗശൈലിയാണ്. ഈ സെയിം കളർ
ഇപ്പോൾ എല്ലാ ടീമിലും നല്ല പ്രാക്ടീസ് ഉണ്ട്. വടം വെയിറ്റ് കല്ല് കെട്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തമ്മിൽ അതായത് 8 പേര് നിന്ന് പിടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല പ്രാക്ടീസ് 2-3 മണിക്കൂർ എങ്ങനെ ആയാലും വൈകിട്ട് 2 കപ്പി കെട്ടിയിട്ട് 1000 കിലോയൊക്കെ നമ്മൾ വലിച്ചു പോക്കണം. 1000 കിലോ വെയിറ്റ് ഈ നിൽക്കുന്ന 500 2000 കിലോയൊക്കെ കപ്പി വെയിറ്റ് ഇടും. കപ്പി വെയിറ്റ് ഇട്ടിട്ട് ഈ നിൽക്കുന്ന 510 കിലോ ആ കപ്പിയിൽ വലിച്ച് കയറ്റി നോക്കി അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും കൊണ്ടുപോകണം. അങ്ങനെ വലിച്ചു നിർത്തി കയറ്റി ഇറക്കി. പിന്നെ വടക്കോട്ടൊക്കെ ആണെങ്കിൽ ഒരു ലെയ്ലൻഡ് ലോറി താഴെ ഇട്ടിട്ട് മുകളിൽ വലിച്ചു കയറ്റണം. ലോഡ് കയറ്റിയിട്ട് ആ ലോഡ് കൊണ്ട് വലിച്ചു കയറ്റുന്ന രീതിയൊക്കെയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ കായിക മത്സരങ്ങൾക്കുള്ള തുക ഇറങ്ങുന്ന ഏക വിനോദവും വടംവലി മത്സരത്തിലാണ് കേരള സ്റ്റേറ്റ്. എങ്ങനെയായാലും ഒരു സീസണിൽ വടംവലി മത്സരത്തിന് മാത്രം കേരളത്തിൽ പ്രൈസ് മണിയായിട്ട് 10 കോടി രൂപ വരും. 10 കോടി രൂപ എന്ന് പറയുന്നത് പ്രൈസ് മണിയും അപ്പോഴും അതിനേക്കാൾ വരുന്ന ട്രോഫികളും അതിനോടൊപ്പം തന്നെ ഈ മുട്ടനാട് ഓരോ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നതാണ്. കാണികൾ മത്സരം എത്ര വൈകിയാലും വെളുപ്പാങ്കാലം 4 മണിക്കൊക്കെയാണ് കൂടുതലും മത്സരങ്ങൾ കഴിയാറ്. പൂർണ്ണമായും കഴിയുന്നവരെയും കാണികളുണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും കാണികളെ 1 മുതൽ 8 മണിക്കൂറായാലും 9 മണിക്കൂറായാലും തീരുന്നിടം വരെയും പിടിച്ച് ഇതേ കൂടി നിർത്തുന്ന വേറൊരു മത്സരമില്ല. കൂലിപ്പണിക്കാരുടെ ഒരു മത്സരമാണ് വടംവലി. ഇത് കോട്ടയം ജില്ലയിൽ നിന്നാണ് രൂപീകരണം. കാരണം വെളുപ്പിനെ എണ്ണിച്ച് റബ്ബർ ടാപ്പിങ്ങിന് പോവുകയും റബ്ബറിൻ്റെ ഒരു ഇറ്റില്ലമാണല്ലോ കോട്ടയം. അങ്ങനെ ഉച്ചയ്ക്ക് അവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഒത്തുകൂടുന്ന സമയത്ത് വടമെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ മത്സരിക്കുന്ന ഒരു ഇനമായിട്ടാണ് കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇത് വളർന്നു വരുന്നത്. 2 ടീമുകൾ തമ്മിൽ ഒരേ വെയിറ്റാണ്. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വെയിറ്റാണ് 510. അതൊരു സംഘാടക സമിതി തീരുമാനിക്കുന്നതാണ്. എല്ലാ ടീമുകൾക്കും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ ഒക്കത്തില്ല. വെയിറ്റിൻ്റെ വിഷയമുണ്ട്. വെയിറ്റ് ക്ലാസ് തന്നെ 7 പേര് 420 മുതൽ മുകളിലോട്ട് വെയിറ്റ് ക്ലാസ് ഉണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 8 പേരുടെ കളിയാണ്. അത് ഫ്രീ സ്റ്റൈലാണ്. 8 പേര് 510 + 10, 8 പേര് 520 + 10. തൂക്കം നിർണ്ണയിക്കുന്നത് മത്സരം സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ ചുമതലയിലുള്ളതാണ്. നമ്മൾ തൂക്കം എടുക്കാൻ വരുമ്പോൾ 510 കിലോയും അവർ ഡ്രസ്സ് മാറിയാണ് തൂക്കം എടുക്കുന്നത്. അതിനുശേഷം കോർട്ടിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് 520 10 കിലോയുടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കാരണം അവർ കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളവും ഇടുന്ന ഡ്രസ്സും ഉൾപ്പെടെ 10 കിലോയുടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അതിൽ നിന്നും ഒരു 100 ഗ്രാം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടീം ഔട്ടാണ്. ഈ മത്സരത്തിലേ അവരില്ല. ക്യാപ്റ്റന്മാര് ഈ സ്റ്റേഡിയം സമയമാണ് എത്തിച്ചേരേണ്ടത്. കളി ആരംഭിക്കുകയാണ്. മഞ്ചേഷ് മെമ്മോറിയൽ എവറോളി ട്രോഫിക്ക് വേണ്ടി പൗരാവളിയും സുലഭനടിയും സംഘടിപ്പിച്ചിരിക്കുന്ന കേരള വടംവലി മത്സരം സ്റ്റാർട്ട് ചെയ്യും.
തലമുറയുടെ വരവിത സകിലടിച്ചൊരു മുകില പാടി നഗര മുകളിൽ മംഗളങ്ങൾ കുലവയായി കുഴലുമായി കൊടുമുടി കൊടുക്കണം പറയുന്ന ഒരു നിയമവശമുണ്ട്. അതിലൂടെ മാത്രമേ അവർ ഒരു മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു ഇഞ്ച് പോലും ഇതിൻ്റെ ഒരു പ്ലേയേഴ്സ് അതിനപ്പുറത്തോട്ട് മറികടന്ന് പോവുകയോ അല്ലെങ്കിൽ അത് റെഫറി പോയിന്റിൽ ഇറങ്ങി ആവശ്യമില്ലാതെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. മുപ്പത്തിയഞ്ചാമത് കായിക ഇനമായിട്ട് ഇതിൻ്റെ പോപ്പുലാരിറ്റി കണ്ടുകൊണ്ട് ഗവൺമെൻറ് അംഗീകരിച്ചു. അങ്ങനെ ഗ്രേസ് മാർക്കും കാര്യങ്ങളുമൊക്കെ 14 വയസ്സ് തൊട്ട് സബ് ജൂനിയർ മത്സരങ്ങൾ സംഘടിപ്പിച്ച് സ്കൂൾ തലത്തിൽ ഈ വട്ടം 2015-16 സീസണോടെ സ്റ്റാർട്ട് ചെയ്യും. ഗ്രേസ് മാർക്ക് കാര്യങ്ങളെല്ലാം കൊണ്ട് ജോലി സാധ്യത വരെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള ധാരാളം കുട്ടികൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ നാഡി ഞരമ്പുകളും ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഗെയിം. നല്ല എല്ലാ ശരീരഭാഗങ്ങൾക്കും ഉന്മേഷവും എല്ലാ ശരീരഭാഗങ്ങൾക്ക് പ്രവർത്തനവും നല്ല യുവാക്കൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾ വളർന്നു വരാൻ പറ്റിയ ഒരു കൈക്കരുത്ത് തന്നെയാണ്. യുവാക്കൾക്ക് വേണ്ടത് ഒരു കൈക്കരുത്താണ് വേണ്ടത്. അതിന് തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്ത് ഒരു കൈക്കരുത്തിൻ്റെ മത്സരം തന്നെ.